ശാന്തമായിട്ടിരിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 1 മണിക്കൂർ നേരത്തോളം വചന ശുശ്രൂഷയുണ്ട്. ഇനി വചന ശുശ്രൂഷ കഴിയുന്നത് വരെ നിങ്ങളായി ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുന്നതല്ല, ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ സ്നേഹത്തോടുകൂടെ വചനം കേൾക്കുകയും മറ്റുള്ളവർക്ക് വചനം കേൾക്കുന്നതിന് സൗകര്യമൊരുക്കി സന്തോഷത്തോടുകൂടെ ഇരിക്കുകയും ചെയ്യുക. നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. നമ്മൾ മൂലം മറ്റുള്ളവർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവരുത്. നമുക്ക് വചനം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറയാം. ആരുടെയെങ്കിലും മടിയിലൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ തള്ളൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്തിരി അകന്നൊക്കെ ഇരുന്നിട്ട് പറയാം ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഇത് മതിയാന്ന് ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണോ? അതെ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഴ്ച വളരെ പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ആഴ്ചയാണ്. പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞ് 19-ാമത്തെ ദിവസം, പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞ് 19-ാമത്തെ ദിവസം ആണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളെല്ലാം, നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയത്തിന്റെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ആ തിരുഹൃദയത്തിന് നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ട്. അച്ഛന് ഓർമ്മയുണ്ട്, മാസാദി വെള്ളിയാഴ്ച അങ്ങനെ ഒരു ഡിവോഷൻ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. മാസാദി വെള്ളിയാഴ്ച മാതാവിന്റെ ലുത്തിനിയെ ചൊല്ലുന്നതിന് പകരം മാസാദി വെള്ളിയാഴ്ച ഭവനത്തിൽ, വീട്ടിൽ, എൻ്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്, ചൊല്ലിയിരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ലുത്തിനിയെയാണ്. അന്ന് തിരുഹൃദയത്തോടുള്ള ഒരു ജപവും തിരുഹൃദയ പ്രതിഷ്ഠയും ഒക്കെ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും നവീകരിക്കാറുണ്ട്. അച്ഛന് തോന്നുന്നു നമ്മുടെ പുസ്തകത്തിലൊക്കെ ആ പ്രാർത്ഥന ഉണ്ടെന്നാണ് അച്ഛന് തോന്നുന്നത്.
ഇല്ലേ? ഉണ്ട്, ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മാസാദി വെള്ളിയാഴ്ചയിൽ കുമ്പസാരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ പേര് പ്രത്യേകമായിട്ട് ഒരു മാസാദി വെള്ളിയാഴ്ചത്തെ ഡിവോഷൻ നടത്തുന്ന, ഭക്തി ആചരിക്കുന്ന ആളുകളുണ്ട്. ഇതിന് ഒരു ചരിത്രമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി 4-ാം നൂറ്റാണ്ട് മുതൽ, അതായത് സഭാപിതാക്കന്മാരുടെ കാലം മുതൽ, വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ ജെറോമിന്റെയും വിശുദ്ധ ഒറിജിന്റെയും ഐറേനിയൂസിന്റെയും ഒക്കെ കാലം മുതൽ തന്നെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി തിരുസഭയിലുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതൽ ആ ഭക്തിയുണ്ട്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുകയും നിങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 4-ാം നൂറ്റാണ്ടിൽ മുതലുണ്ടെങ്കിലും ഈ ഭക്തി കുറച്ചുകൂടെ ശക്തമായി പ്രചരിക്കപ്പെടാനായിട്ട് ആരംഭിച്ചത് 11-ാം നൂറ്റാണ്ടിലാണ്. 11-ാം നൂറ്റാണ്ടിന് ശേഷം 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബെർണാഡും 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബെനവെഞ്ചറുമെല്ലാം ഈ ഡിവോഷനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു വിശുദ്ധയ്ക്ക് 17-ാം നൂറ്റാണ്ടിലാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1673 ഡിസംബർ മാസം 27-ാം തീയതി മുതൽ 1675 വരെ 18 മാസങ്ങൾ ഈശോ തന്റെ കത്തിജ്വലിക്കുന്ന തന്റെ തുറക്കപ്പെട്ട തിരുഹൃദയവുമായി വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെടുകയും തന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി, ഈശോ തിരുഹൃദയത്തിലെ നിക്ഷേപങ്ങളെ ഈശോ ഈ വിശുദ്ധയ്ക്ക് തുറന്നു കാട്ടുകയും ചെയ്തു. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് ഈശോ തന്റെ കരുണയുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട്, തന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കരുണയെ കാട്ടിക്കൊണ്ട് കരുണയോടുള്ള ഭക്തി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പഠിപ്പിച്ചതുപോലെ 17-ാം നൂറ്റാണ്ടിൽ 1673 മുതൽ 1675 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധയ്ക്ക്, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധയ്ക്ക് ഈശോ 18 മാസത്തോളം തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടുകയും അവളോട് സംസാരിക്കുകയും തന്റെ ഹൃദയത്തിന്റെ നിഗൂഢതകൾ, ഹൃദയത്തിന്റെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് അവളെ പഠിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവൾക്ക് കിട്ടിയ ഈ അറിവുകൾ ഇവൾ ആദ്യം തന്റെ സമൂഹത്തിൽ പങ്കുവച്ചു. നമുക്കറിയാം എന്ത് സംഭവിക്കും. ഈശോ തുറന്ന ഹൃദയത്തോടുകൂടെ എനിക്ക് ഇന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ആരെങ്കിലും ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് എന്ത് പറയും? വട്ടാണെന്ന് പറയും. വികാരി അച്ഛനോട് ചെന്ന് പറയാന്ന് വിചാരിച്ചാൽ അച്ഛൻ എന്ത് പറയും? മുഴുവട്ടം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ബിഷപ്പിനോട് ചെന്ന് പറയാന്ന് വിചാരിച്ചാൽ എന്ത് പറയും? ബിഷപ്പിന് ഒരു പേടിയുള്ളതുകൊണ്ട് നിങ്ങളൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ഈ മാർക്ക് വിശുദ്ധയായിട്ടുള്ള വിസിറ്റേഷൻ മഠത്തിലെ ഒരു മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷന്റെ മിണ്ടാമഠത്തിലെ ഈ കന്യാസ്ത്രീ തനിക്ക് കിട്ടിയ ഈ വെളിപാടുകൾ പലരോട് പങ്കുവെച്ചെങ്കിലും അവളുടെ കുമ്പസാരക്കാരൻ ഒഴികെ വേറെ ആരും അത് അംഗീകരിച്ചില്ല. കുമ്പസാരക്കാരൻ ഒരു വിശുദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു, ഒരു സന്യാസ വൈദികനായിരുന്നു. അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇവളുടെ മരണത്തിന് ശേഷം ഇവൾക്കുണ്ടായ വെളിപാടുകൾ ഒരു പുസ്തക രൂപത്തിൽ ഇവൾ എഴുതി വെച്ചത് ആ പുസ്തകം മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്യുകയും ഈ പുസ്തകം വളരെ പ്രചരിക്കുകയും ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ ലോകം വളരുകയും പിന്നീട് 1856 ആദ്യമായിട്ട് 9-ാം പിയൂസ് മാർപ്പാപ്പ ഈ തിരുഹൃദയത്തോടുള്ള ഒരു തിരുനാൾ സഭയിൽ ഔദ്യോഗികമായി ലോകത്തെല്ലായിടത്തും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കണമെന്ന് പ്രഖ്യാപിച്ചത് 1856 9-ാം പിയൂസ് മാർപ്പാപ്പയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആ വർഷം മുതൽ ഈ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അപ്രകാരം നോക്കുമ്പോൾ 2006 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ കാലത്താണ് ഈ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയതിന്റെ 150-ാം വർഷം ആഘോഷിച്ചത്. ഇപ്പോൾ 2024 അതായത് എത്ര വർഷം കഴിഞ്ഞു? അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 168 വർഷങ്ങളായി. ഇത് 128-ാമത്തെ വർഷമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സഭ മുഴുവനും, ആഗോള സഭ മുഴുവനും ഈ കഴിഞ്ഞ 167 വർഷങ്ങൾ, ഈ വർഷം കൂട്ടി 168 വർഷങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആഘോഷം? പ്രിയപ്പെട്ടവരെ, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു ആഘോഷമാണ്. ഈശോയുടെ തിരുഹൃദയം 2 സൂചനകളാണ് പ്രത്യേകമായിട്ട് തരുന്നത്. ഒന്ന്, ആ തിരുഹൃദയം ആരുടെ ഹൃദയമാണ്? അത് ദൈവത്തിന്റെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം ഐക്യപ്പെട്ടിരിക്കുന്നത്, ഹൈപ്പോസ്റ്റാറ്റിക്കലി യുണൈറ്റഡ് എന്നാണ് അതിനെ ദൈവശാസ്ത്രപരമായിട്ട് പറയുന്നത്. ഈശോയുടെ ഹൃദയം ഐക്യപ്പെട്ടിരിക്കുന്നത്, ഒന്നായിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ഹൃദയവുമായിട്ടാണ്. അതുകൊണ്ട് ഈശോയുടെ ഹൃദയവും പിതാവിന്റെ ഹൃദയവും ഒന്നാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയമാണ്. രണ്ടാമതായിട്ട് ഈ ഹൃദയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മനുഷ്യ ഹൃദയമാണ്. മനുഷ്യ ഹൃദയം സ്വാഭാവികമായി എന്തിന്റെ സൂചനയാണ്? നമ്മൾ ഒരാൾക്ക് ഹൃദയം കൊടുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയ ചിഹ്നമുള്ള ഒരു നെക്ലസ് കൊടുത്തു എന്ന്, നെക്ലസ് അല്ലല്ലോ, ഒരു ലോക്കറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക, അതെന്തിന്റെ അടയാളമാണ്? എന്റെ ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ലവ് ചിഹ്നം എന്ന് പറയുന്നത് തന്നെ ഹാർട്ടിന്റെ ചിഹ്നമാണ്. ഈ ചിഹ്നം കൊടുത്തു കഴിയുമ്പോൾ അതുള്ള ഒരു മോതിരം കൊടുത്തു എന്ന് വിചാരിക്കുക, അത് എന്തിന്റെ അടയാളമാണ്? സ്നേഹത്തിന്റെ. അപ്പൊ ചിഹ്നം കൊടുത്തത് തന്നെ സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പൊ ഹൃദയം കൊടുത്തതോ? അതാണ് പൂർണ്ണമായ സ്നേഹത്തിന്റെ. നമ്മൾ ചിഹ്നമൊക്കെ കൊടുക്കാൻ തയ്യാറാണ്, ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ
മനുഷ്യനായ ഈശോയ്ക്ക് മനുഷ്യ സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെ, പൂർണ്ണമായ സ്നേഹത്തിന്റെ, അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, അവസാനമില്ലാത്ത സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഈ ഹൃദയം നമ്മുടെ മുൻപിലേക്ക് വെച്ചിട്ട് അത് ജ്വലിക്കുന്ന ഒരു ഹൃദയമായി. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയം ജ്വലിക്കുന്ന ഹൃദയമാണ്. ഇതെന്തിനു വേണ്ടി ജ്വലിക്കുന്ന ഹൃദയമാണ്? ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ്. നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ, ചുട്ടുപൊള്ളുന്ന അഗ്നിജ്വാലകൾ പുറത്തേക്ക് വരുന്നു. അത് ജ്വലിക്കുന്ന ഹൃദയമാണ്. ഇനി അതിനു ചുറ്റും നമ്മൾ, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഒരു മുൾമുടി നമ്മൾ കാണുന്നുണ്ട്. ഈ മുള്ള് അവന്റെ ഹൃദയത്തിലേക്ക് കുത്തി പിളർന്ന് കയറിക്കൊണ്ടിരിക്കുന്ന മുള്ളുകളാണ്. ആ മുള്ള് കുത്തിക്കയറുമ്പോ ആ ഹൃദയത്തിൽ നിന്ന് ചുടുചോര ചിന്തപ്പെടുന്നുണ്ട്. ഇതെന്തിന്റെ അടയാളമാണ്? നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന, നമ്മോടുള്ള സ്നേഹം കൊണ്ട് മുറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീരുന്ന ഈശോയുടെ ഹൃദയത്തിന്റെ ആ ഓർമ്മപ്പെടുത്തലാണ്. അതായത് ഈശോയുടെ സ്നേഹത്തിന്റെ, ഈശോയുടെ പൂർണ്ണതയുടെ ഈ ഓർമ്മപ്പെടുത്തൽ. ഈശോ പറയുന്നു, ഇത് നിങ്ങൾ ആഘോഷിക്കണം. ഈശോ ആവശ്യപ്പെടുന്നതാണ്. തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കണമെന്ന് മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ ആവശ്യപ്പെട്ടതാണ്. അതായത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തെ ആദരിക്കുന്നു എന്നതിന് അടയാളം വേണം. നമ്മളൊരു കാര്യത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അതിൻ്റെ അടയാളമാണ് തിരുനാൾ. പരിശുദ്ധ അമ്മയുടെ, കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 18-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നു. 14 മുതൽ 18-ാം തീയതി വരെ 5 ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. എന്തിനാണത് ആഘോഷിക്കുന്നത്? ഊട്ടുതിരുനാളായിട്ട് നമ്മൾ വലിയ ആഘോഷത്തോടു കൂടി ആഘോഷിക്കുന്നു. ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി നമ്മൾ ആഘോഷിക്കും. എന്തിനാണിത് ആഘോഷിക്കുന്നത്? പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ആഘോഷിക്കുന്നു. അമ്മ ത്രേസ്യയോടുള്ള നമ്മുടെ ആ മണക്കവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിച്ചു. നമ്മൾ ആഘോഷിക്കുന്നത് ആ ഈശോയോടുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കണം. കൈയടിച്ച് കർത്താവ് അവർക്ക് വിളിച്ച ഈശോയേ. അല്ലേ, ചില ആളുകൾ പറയാറുണ്ട്, അച്ഛാ എൻ്റെ ചേട്ടന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ആണോ? പക്ഷെ അതെങ്ങനെയാണ് പുള്ളിക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ചതാണ്. ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ ഊഹിക്കുകയാണ്, ഞാൻ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് അടയാളമൊന്നുമില്ല. എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ, നല്ലൊരു വാക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകള് അച്ഛനോട് പറഞ്ഞു, അച്ഛ എൻ്റെ ഭർത്താവിനോട് ഞാൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യോ എന്ന് ചോദിച്ച് ബെഗ് ചെയ്യാണ്. പക്ഷെ പുള്ളിക്ക് താല്പര്യം. സ്നേഹത്തിന്റെ അടയാളങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. എന്നെ ഒന്ന് ഹഗ് ചെയ്യോ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കോ, എന്നെ ഒന്ന് ചുംബിക്കോ, ഇല്ല എന്ന് പറയുന്നത്. അതായത് സ്നേഹിക്കാനും സ്നേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്നേഹത്തിന്റെ അടയാളങ്ങൾ ഇതാ ഈശോ തന്റെ ഹൃദയം പിളർന്ന് കാണിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയുടെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടത് അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെ അതിൻ്റെ പരമാവധിയിൽ, പരമോന്നതയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ഉറക്കെ വിളിച്ച ഈശോയേ. ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിയിട്ട് ഈ ഹൃദയം എന്നെ സ്നേഹിക്കുന്ന ഹൃദയമാണോ എന്ന് ഒരു മനുഷ്യനും സംശയിക്കേണ്ട കാര്യമില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ, നമുക്ക് ലവ് ചിഹ്നം തന്ന ആളുടെ സ്നേഹത്തെ, ചിലപ്പോ കാര്യമൊക്കെ ശരിയാണ്, സ്വർണത്തിന്റെ ഒക്കെയാണ് ലവ് ചിഹ്നം തന്നതെങ്കിലും ശരിക്കും ഇയാൾക്ക് സ്നേഹം ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഒരു ഡൗട്ട് അടിക്കാം. ഇല്ലേ? അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേ, ശരിക്കും അല്ലേ? നമുക്ക് സ്വർണത്തിന്റെ ഒരു ലവ് ചിഹ്നം തന്നെങ്കിലും ഇയാൾക്ക് ശരിക്കും സ്നേഹം ഉണ്ടാവാവോ? അല്ലേ? പക്ഷേ ഈശോയുടെ തിരുഹൃദയം നോക്കി പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത് അത്രമാത്രം നിനക്ക് വേണ്ടി തുടിച്ചു കൊണ്ടിരിക്കുകയാണ്, ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. കുത്തിപ്പിളർന്ന് നിനക്ക് വേണ്ടി അതിൽ നിന്ന് ചോരയും നീരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈശോ നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ ഹൃദയം കണ്ട് പഠിക്കുക. നമ്മുടെ ഇന്നത്തെ വചന വിചിന്തനം അതാണ്. ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ എൻ്റെ ഹൃദയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ ടോപ്പിക് എന്താണ്? എല്ലാവരെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. സിസ്റ്റേഴ്സിനോട് ചോദിക്കണോ? നമ്മുടെ ടോപ്പിക് എന്താണ്? അവിടെ ആരോ പറഞ്ഞു, രൂപാന്തരീകരണമാണ്. ഹല്ലേലൂയ, കൈയടിക്ക്, ഉറക്കെ വിളിച്ച ഈശോയേ. നമ്മുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ ടോപ്പിക് എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മൾ ദിവ്യകാരുണ്യത്തെ ധ്യാനിച്ച് നമ്മൾ ദിവ്യകാരുണ്യമായി മാറണം. ഓ എന്റെ ദിവ്യകാരുണ്യമേ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ഇന്ന് നമ്മുടെ മന്ത്രം എന്താണ്? ഈശോയുടെ തിരുഹൃദയമേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാകണം. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിന്റെ 10 തലങ്ങൾ അച്ഛൻ ഈ ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറയാനായിട്ട് പോവുകയാണ്. അച്ഛൻ ഇത് പറഞ്ഞു തീർത്തിരിക്കും. 10 ഇന്ന് തന്നെ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എവിടെയാണ്? ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ ആദ്യം കാണുന്നത്, ഈ ചേട്ടൻ ആദ്യം ക്ഷയിക്കാൻ കൊടുത്തത് എവിടെ വെച്ച്? പ്രിയപ്പെട്ടവരെ, സേക്രഡ് ഹാർട്ട് ഇൻ ദ ബിഗിനിങ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആദിയിൽ ഈശോയുടെ ഹൃദയമുണ്ടായിരുന്നു. ഈശോയുടെ തിരുഹൃദയം ആദിയിൽ, സേക്രഡ് ഹാർട്ട് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. എന്താണത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. 8-ാമത്തെ തിരുവചനം അല്ലെ 7 തുടങ്ങി വായിച്ചു. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. പറഞ്ഞു വരുന്നത്, ഈശോ അവിടുന്ന് ദൈവരൂപത്തിലായിരുന്നെങ്കിലും, അവിടുന്ന് ഏത് രൂപത്തിലായിരുന്നു? തിരുഹൃദയം ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു. എന്നിട്ട് ആ തിരുഹൃദയം എന്ത് ചെയ്തു? തന്നെ ശൂന്യനാക്കി. ദൈവവുമായിട്ടുള്ള സമാനത കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം ദൈവഹിതത്തെ നിറവേറ്റുന്നതിന് വേണ്ടി പിതാവിന്റെ, 1-ാമത്തെ പോയിന്റ് അതാണ്, പിതാവിന്റെ ഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വമുള്ള ഹൃദയമാണ് ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആദിയിലുണ്ടായിരുന്ന സേക്രഡ് ഹാർട്ട് ഇൻ ദ ബിഗിനിങ്, ആ തിരുഹൃദയത്തിന്റെ 1-ാമത്തെ ഗുണം എന്താണ്? പിതാവിന്റെ ഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വം. എന്താണ് പിതാവിന്റെ ഹിതം? തന്റെ ഏകജാതൻ, തന്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്യുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിച്ച് വീണ്ടും നിത്യതയ്ക്ക് യോഗ്യതയുള്ളവരാക്കി
മാറ്റണമെന്ന പിതാവിന്റെ തിരുഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവനാണ് പുത്രൻ. അങ്ങനെ സമർപ്പിക്കുന്നതാണ് പുത്രന്റെ ഹൃദയം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതി വെച്ചോ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 10 വരെ. അച്ഛൻ വേഗത്തിൽ വായിക്കട്ടെ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, ആര് ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോ? ഈശോ ലോകത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ പോയപ്പോൾ അവൻ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല, പിതാവ് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടെ നിന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടെ നിന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ആദിയിലുണ്ടായിരുന്ന തിരുഹൃദയം പിതാവിനോട് പറഞ്ഞ ഡയലോഗാണിത്. പിതാവേ, ഇതാ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ പിതാവേ, ഇതാ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകണമെങ്കിൽ നമ്മൾ ആരുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി വന്നവരാകണം? നമ്മൾ ആരുടെ ഇഷ്ടമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഇങ്ങോട്ട് വന്നത്? ആരുടെ ഇഷ്ടം നിറവേറ്റാനാണ് വീട്ടിൽ ജീവിക്കുന്നത്? അടുത്തിരിക്കുന്നവർ നോക്കി ധൈര്യത്തോടൊന്ന് പറഞ്ഞോ, ഞാൻ ജീവിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് എന്നെ സങ്കടം. ക്ഷയിക്കാൻ്റെ കൊടുത്തോണ്ട് സന്തോഷത്തോടു കൂടെ, എനിക്ക് ചിരി വന്നില്ലെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞോ, ഞാൻ ജീവിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഇങ്ങനെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് നീക്കിക്കളയുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ആദിയിൽ പിതാവിനോട് കൂടെ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഹൃദയം എന്ന് പറയുന്നത് സേക്രഡ് ഹാർട്ട് ഇൻ ദ ബിഗിനിങ്. ആദിയിൽ വചനമായിരുന്നവന്റെ തിരുഹൃദയം, ആദിയിൽ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവന്റെ ഹൃദയം. ആ ഹൃദയം പിതാവിന്റെ തിരുഹിതത്തിന് വിധേയപ്പെട്ട ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. യോഹന്നാൻ 10:18 ഈശോ പറയുകയാണ്, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, പിതാവ് പിടിച്ചു പറിച്ചു മേടിച്ചതല്ല ഹൃദയം. എടാ, നിന്റെ ഹൃദയം കൊടുത്താ എന്ന് പറഞ്ഞ് പിടിച്ചു പറിച്ചു മേടിച്ചതല്ല. ചില ആളുകളുടെ പ്രണയത്തിൽ അങ്ങനെ പിടിച്ചു പറിച്ച്, എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്ക്, എന്നെ മാത്രം സ്നേഹിക്ക്, അപ്പനോട് മിണ്ടരുത്, അമ്മയോട് മിണ്ടരുത്, അനിയത്തിയോട് മിണ്ടരുത്, വേറെ ആരെ നോക്കരുത്, എന്നെ സ്നേഹിക്ക്, എന്നെ പിടിച്ചു പറിക്കുന്ന സ്നേഹമുണ്ട്. ഇത് ഈശോ പറയാണ്, എന്നിൽ നിന്ന് പിതാവ്, ദൈവം അങ്ങനെ പിടിച്ചു പറിക്കുന്ന ആളല്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹം പിടിച്ചു പറിക്കാനുള്ളതല്ല, സ്നേഹം പറിച്ചെടുത്തു കൊടുക്കാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടിച്ചു പറിക്കുന്നതിനെ സ്നേഹമെന്നല്ല വിളിക്കേണ്ടത്. അതിനെന്താണ് വിളിക്കേണ്ടത്? തോന്നിവാസം. പറിച്ചെടുത്ത് കൊടുക്കുന്നതാണ് സ്നേഹം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോ പറയുകയാണ്, ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. കൈയടിച്ചത് എന്ന് പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതായത് ഈശോയുടെ ആദിയിലുണ്ടായിരുന്ന തിരുഹൃദയത്തിന്റെ പ്രത്യേകത പെർഫെക്റ്റ് കൺഫോമിറ്റി വിത്ത് ദ ഡിവൈൻ വിൽ. ദൈവഹിതവുമായി പരിപൂർണമായ ഒരൈക്യമുള്ള ഹൃദയമാണ്.
ഈ ഹൃദയം അന്വേഷിക്കുന്നത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്. സ്വർഗം വിട്ട് ഞാൻ ഭൂമിയിൽ ഇറങ്ങണമെന്നാണോ? ഇതാ ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങുന്നു. ഞാൻ എൻ്റെ ദൈവരൂപം മാറ്റിവെച്ച് മനുഷ്യരൂപം എടുക്കണമെന്നാണോ? ഇതാ ഞാൻ എൻ്റെ ദൈവരൂപം മാറ്റിവെച്ച് മനുഷ്യരൂപം എടുക്കുന്നു. ഞാൻ കുരിശ് മരണം വഹിക്കണമെന്നാണോ? ഞാനിതാ കുരിശ് മരണം വഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എത്ര സഹിക്കേണ്ടി വന്നാലും നമ്മൾ ദൈവഹിതവും മറ്റുള്ളവരുടെ ഹിതവും ഒക്കെ നോക്കാൻ തയ്യാറാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം. പ്രശ്നമുണ്ടായാൽ അല്ലേ, ഈ കല്യാണം മര്യാദക്ക് ഞാൻ മര്യാദക്ക് നല്ല ഭാര്യയൊക്കെ ആയിട്ട് ജീവിച്ചോളാം, നല്ല ഭർത്താവൊക്കെ ആയിട്ട് ജീവിച്ചോളാം, പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വരണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയെ ജർമ്മനി കൊണ്ടുപോയിട്ട് അവളിപ്പോ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 മാസമായി അവൾക്ക് ജോലി കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഒരു ഭാര്യ ഭർത്താവിനെ UK കൊണ്ടുപോയി, അവന് 3-4 മാസമായിട്ട് ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും ഗുണമുണ്ടാകുന്നത് വരെ നമുക്കൊരുമിച്ച് നിൽക്കാമെന്നല്ല ഈശോയുടെ തിരുഹൃദയം പറയുന്നത്. എത്ര സഹിക്കേണ്ടി വന്നാലും ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ. മനുഷ്യരക്ഷ എന്ന് പറയുന്നതാണ് പുത്രന്റെ ഹൃദയത്തെ പിതാവേൽപ്പിച്ച ദൗത്യം. നീ ഇതേറ്റെടുക്ക. ഈശോ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമല്ല, എത്ര സഹിക്കേണ്ടി വന്നാലും ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. കാരണം പിതാവിന്റെ ദൗത്യമാണ് തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കണം. ആ ദൗത്യം പുത്രൻ ഏറ്റെടുത്തിട്ട് കുരിശിൽ മരിക്കുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അത് മാത്രമല്ല, പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല പുത്രൻ മനുഷ്യാവതാരം ചെയ്തത്. ഇന്റൻസ് ലവ് ഫോർ ദോസ് ഹൂ ഹി ഹാഡ് കം ടു റെഡീം. അവൻ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, അവർക്കൊക്കെ വേണ്ടി അവന്റെ ഹൃദയം തുടിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം, ഈശോയേ. അതായത് ദൈവത്തോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് പിതാവിനോടുള്ള സ്നേഹത്തിന്റെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയല്ല. വീണ്ടും അച്ഛൻ കുടുംബജീവിതത്തിന്റെ ഉദാഹരണം പറയാം. ഒരു ഭാര്യ ഒരാളെ വിവാഹം കഴിച്ചു, ഭർത്താവ്. അവളുടെ സ്നേഹം ഈ ഭർത്താവിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹമാകരുത്. നമ്മൾ രണ്ടുപേരും നമുക്ക് വേഗം വീടെടുത്ത് മാറാം. എന്താണ്? ബാക്കിയുള്ളവരൊക്കെ ശല്യമാണ്. നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങളും മതി എന്ന് പറയുന്നതല്ല സ്നേഹം. ഈശോയ്ക്ക് പിതാവിനോടുണ്ടായിരുന്ന സ്നേഹം മനുഷ്യകുലം മുഴുവനോടുള്ള സ്നേഹമായി പടർന്നൊഴുകിയതുപോലെ ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്ന ഒരു പെൺകുട്ടി, അവളെ ഭർത്താവിനോടുള്ള സ്നേഹം മതി. അത് അവന്റെ മാതാപിതാക്കളിലേക്കും സഹോദരങ്ങളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും അയൽക്കാരിലേക്കും ഒക്കെ അത് സ്പ്രെഡ് ചെയ്യണം. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്ക് ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ, ഏത് കുടുംബത്തിലേക്കാണോ അവൻ വന്നു കയറിയത്, ഈശോ ദൈവപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഈ മനുഷ്യ കുടുംബത്തിലേക്ക് വന്നു കയറിയപ്പോൾ അവന്റെ സ്നേഹം ഈ ഭൂമിയിലുള്ള എല്ലാവരിലേക്കും പരന്നൊഴുകി. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ആരെയും മാറ്റി നിർത്താത്ത ഒരു സ്നേഹമായി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്നേഹമായി, ഒരു ഹൃദയമായി, വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ദേശത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒന്നിന്റെ പേരിലും ആരെയും മാറ്റി നിർത്താത്തൊരു ഹൃദയമായി അവന്റെ ഹൃദയം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സേക്രഡ് ഹാർട്ടിന്റെ ബിഗിനിങ് എന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് ഇനി 9 എണ്ണം പറയാനുള്ളതുകൊണ്ട് അച്ഛൻ അടുത്തതിലേക്ക് പ്രവേശിക്കട്ടെ. രണ്ടാമതായിട്ട് സേക്രഡ് ഹാർട്ട് അറ്റ് ബെത്ലഹേം എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു തിരുഹൃദയത്തെ കാണുന്നു. എവിടെ? ബെത്ലഹേമിൽ ഒരു ഹൃദയത്തെ കാണുന്നു, തിരുഹൃദയത്തെ കാണുന്നു. ഈ തിരുഹൃദയം എന്താണ് ചെയ്യുന്നത്? ബെത്ലഹേമിലെ തിരുഹൃദയം, ബെത്ലഹേമിൽ എത്തിയതിനു ശേഷം ഈ തിരുഹൃദയം ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഈശോയുടെ തിരുഹൃദയം ബെത്ലഹേമിലെത്തി. അപ്പൊ ആദ്യം ചെയ്തത് എന്താണെന്നറിയാവോ? പറയാവോ? ഈ തിരുഹൃദയം ഇങ്ങനെ ഓരോ വീടിന്റെ മുമ്പിലും ചെന്ന് മുട്ടി വിളിക്കുകയാണ്, ഇടമുണ്ടോ എനിക്കൊന്ന് പിറക്കാൻ. അമ്മയുടെ ഉദരത്തിൽ ബെത്ലഹേമിലെത്തിയ തിരുഹൃദയം ഓരോ വാതിലിനു മുൻപിലും മുട്ടി വിളിച്ചു ചോദിച്ചു, ഇടമുണ്ടോ പിറക്കാൻ. ഇടം തേടി അലയുന്ന ഹൃദയമാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, ഞാൻ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്. ബെത്ലഹേമിൽ തുടങ്ങിയ ആ മുട്ടിവിളി വെളിപാടിലും അവസാനിച്ചിട്ടില്ല, ഇന്നും അവസാനിച്ചിട്ടില്ല. നിന്റെയും എന്റെയും ഹൃദയ കവാടത്തിന് മുൻപിൽ അവിടുന്ന് ആ ഹൃദയം വന്ന് മുട്ടി വിളിച്ചിട്ട് മുട്ടിയിട്ട് ചോദിക്കും, ഇടമുണ്ടോ പിറക്കാൻ. കൊട്ടിയടക്കപ്പെട്ടത്, ഇടമില്ല എന്ന് പറഞ്ഞ്, സ്ഥലമില്ല എന്ന് പറഞ്ഞ്, സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കപ്പെട്ടത്, ആ ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആ ദുരവസ്ഥയെ നിനക്കിവിടെ ഇടമില്ല എന്ന് പറഞ്ഞ്, പോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റപ്പെട്ടപ്പോ കൊട്ടിയടക്കപ്പെടുന്നത് നിസ്സഹായതയോടുകൂടെ കണ്ടു നിന്ന ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. കൊട്ടിയടച്ചവനെ, തള്ളി മാറ്റിയവനെ ശപിക്കാതെ അടുത്തിടത്തേക്ക് പോയിട്ട് അവൻ വീണ്ടും മുട്ടി, ഇടമുണ്ട് പിറക്കാൻ. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ആ ഹൃദയം പിറന്നു വീണു. ഹല്ലേലൂയ. ആ ഹൃദയം, പിറന്നു വീണ ഹൃദയം മനുഷ്യരുടെ ആരാധന സ്വീകരിച്ച ഹൃദയമാണ്. പിറന്നു വീണ ഈ ഹൃദയത്തെ ആരാധിക്കാൻ പാവപ്പെട്ട മനുഷ്യര് വന്നപ്പോ തന്നെ ആരാധിക്കാൻ അവരെ അനുവദിച്ച ഹൃദയമാണ്. സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ഒരാൾ നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോ അയാളെ നിങ്ങൾ സ്നേഹിക്കാൻ അനുവദിക്കുമോ? നിങ്ങൾ എന്നെ സഹായിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞു പോലും വാതിലടക്കുന്നവരുണ്ട്, കൊട്ടിയടക്കുന്നവരുണ്ട്. ഈശോയുടെ തിരുഹൃദയം തന്റെ അടുക്കലേക്ക് വന്ന ആട്ടിടയർക്ക് ആരാധിക്കാൻ വേണ്ടി തുറന്നു വെച്ചു കൊടുത്തു. ജ്ഞാനികൾക്ക് ആരാധിക്കാൻ വേണ്ടി ആ ഹൃദയം തുറന്നു വെച്ചു കൊടുത്തു. അതാണ് പ്രിയപ്പെട്ടവരെ ബെത്ലഹേമിലെ തിരുഹൃദയം എന്ന് പറയുന്നത്. 2, സ്നേഹിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ തന്നെ തുറന്നു വെച്ചു കൊടുത്ത ഹൃദയം. കൊട്ടിയടക്കപ്പെട്ട വാതിലുകളോട് പരിഭവമില്ലാത്ത ഹൃദയം. കിട്ടിയ ഇടത്തെ, കാലിത്തൊഴുത്തിനെ സ്വർഗമാക്കി മാറ്റിയ ഹൃദയം. അല്ലേ? ചെറുതാണ് കിട്ടിയത്, അഴുക്ക് പുരണ്ടതാണ് കിട്ടിയത്. എന്നാൽ ഇതാണോ എനിക്ക് തരുന്നത്, എനിക്ക് വേണ്ട. അങ്ങനെയുണ്ട് ചില ആളുകൾ. തങ്ങൾക്ക് കിട്ടിയതിന്റെ വലിപ്പവും അതിന്റെ വിലയും നോക്കിയിട്ട് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈശോ തനിക്ക് കിട്ടിയത് സ്വീകരിച്ചുകൊണ്ട് ആ കിട്ടിയ ഇടത്തെ സ്വർഗമാക്കി മാറ്റി. അതാണ് ബെത്ലഹേമിലെ തിരുഹൃദയം. ഉറക്കെ വിളിക്കാം, ഈശോയേ, നിനക്ക് കിട്ടിയ ഒരു ശുശ്രൂഷയെ, അല്ലേ, ശുശ്രൂഷ ചെയ്യാൻ റെഡിയാണ് അച്ഛോ എന്ന് പറഞ്ഞു വന്നപ്പോ അച്ഛൻ പറഞ്ഞു പാത്രം കഴുകിക്കോളാൻ പറഞ്ഞു. ഇതാണ് ശുശ്രൂഷ. നിനക്ക് കിട്ടിയ ശുശ്രൂഷയെ നീ സ്വർഗമാക്കി മാറ്റുമോ? അച്ഛൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ട്, നന്നായിട്ട് പാടാനും കഴിവുണ്ട്, അച്ഛൻ എന്നെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, പ്രസംഗിക്കാൻ അച്ഛന് എന്നെ സമയം കിട്ടുന്നില്ല, പാടാനാണ് ഇവിടെ ഷാജിയും ഏഞ്ചലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഇതിന് രണ്ടിനും വേണ്ട, വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ.
അടിക്കാനും തുടക്കാനും ഒക്കെ ആണെങ്കിൽ സൗകര്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നിനക്ക് കിട്ടുന്ന ആ ചെറുതിനെ നീ സ്വർഗമാക്കുമോ? അതാണ് കാലിത്തൊഴുത്തിനെ സ്വർഗമാക്കിയ തിരുഹൃദയം എന്ന് പറയുന്നത്. നിനക്ക് കിട്ടിയ കുടുംബത്തെ, നിനക്ക് കിട്ടിയ കുഞ്ഞിനെ, നിനക്ക് കിട്ടിയ ആ ചെറിയ ജോലിയെ, നിനക്കുള്ള ഒരു 2 സെന്റ് സ്ഥലത്തെ, ഒരു 400 സ്ക്വയർ ഫീറ്റ് ഉള്ള നിന്റെ ആ ചെറിയ വീടിനെ നീ സ്വർഗമാക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരുഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. തന്റെ പേരിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഈശോ കാരണം കൊല്ലപ്പെട്ട 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി ഈശോയുടെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? കുഞ്ഞുമക്കളോടാണ് ചോദ്യം. യുവതി യുവാക്കൾ ഒത്തിരി പേരിയ്ക്കുന്നുണ്ട്, ചെറുപ്പക്കാരിയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങുന്ന, ശരീരം നുറുങ്ങുന്ന, നൊമ്പരപ്പെടുന്ന, വേദനിക്കുന്ന നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ കുഞ്ഞേ? നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ പെണ്ണേ? നിനക്ക് വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ ചെറുക്ക? നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, വെയിലുകൊള്ളുന്നവര്, വേർക്കുന്നവര്, നടുവടിക്കുന്നവര്, നമുക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി നിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ? അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരമ്മയും അപ്പനും വന്നിട്ട് പറഞ്ഞു, അച്ഛാ, മകനും മകളും കൂടി ഞങ്ങളെ ഇറക്കി വിട്ടു. ഇന്നലെ അടുത്ത് ഏതോ ഒരു ബന്ധുവീട്ടിൽ പോയാണ് കിടന്നത് രാത്രി. നുറുങ്ങുന്നവരെ വീണ്ടും നുറുക്കുന്നവരാണോ നമ്മള്? നുറുങ്ങി നുറുങ്ങി ഒന്നുമില്ലാതെയായി. ഇപ്പൊ എല്ലാം എഴുതി വെച്ചു കൊടുത്തു. നുറുങ്ങിയവരാണവർ. നുറുങ്ങിയവരെ വീണ്ടും നുറുക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? ഈശോയുടെ ബെത്ലഹേമിലെ തിരുഹൃദയം തനിക്ക് വേണ്ടി നുറുങ്ങിയവർക്ക് വേണ്ടി നുറുങ്ങുന്ന ഹൃദയമായിരുന്നു. ഈശോയേ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ. വലത് കരമുയർത്തിയിട്ട് പറയാം, ഈശോയേ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ. അടുത്തത്, ഈശോയുടെ ഹൃദയം സേക്രഡ് ഹാർട്ട് അറ്റ് നസ്രത്ത്. നസ്രത്തിലെ ഒരു തിരുഹൃദയത്തെ നീ കാണുന്നുണ്ടോ? കുരിശിൽ തൂങ്ങിക്കിടന്ന് കുത്തിപ്പിളർന്ന ഹൃദയം മാത്രമല്ല തിരുഹൃദയം എന്ന് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നസ്രത്തിൽ ഒരു തിരുഹൃദയമുണ്ട്. ഏതാണ് ആ തിരുഹൃദയം? അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വചനം പഠിക്കുന്ന ഹൃദയം, മാറിടത്തിൽ കിടന്ന് വളർന്ന ഒരു ഹൃദയം. അമ്മയുടെ മാറിടത്തിൽ കിടന്ന് വളരുന്ന, അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വളരുന്ന ഹൃദയം. മക്കളിന്ന് അമ്മയുടെ മാറിടത്തിലും മടിത്തട്ടിലുമല്ല, അവര് മൊബൈലിലാണ്. അതിൽ കിടന്നുറങ്ങുകയും അതിൽ കിടന്ന് വളരുകയും ചെയ്യുകയാണ്. ഈശോ തന്റെ ഇഷ്ടങ്ങളെല്ലാം കണ്ടെത്തിയത് പിതാവിൽ കണ്ടെത്തിയിട്ട് ഈശോ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കലല്ലേ എന്റെ പണി. 12 വയസ്സുള്ള മകൻ മാതാപിതാക്കളോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്നതാണ് എന്റെ പണി എന്ന് പറഞ്ഞ അതല്ലേ ഞാൻ ചെയ്യേണ്ടത് അപ്പ, അതല്ലേ ഞാൻ ചെയ്യേണ്ടത് അമ്മേ എന്ന് പറഞ്ഞ 12 വയസ്സുകാരന്റെ ഹൃദയം. ആ ഹൃദയമുണ്ടോ നിനക്ക്?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 12 വയസ്സുകാരന്റെ ഹൃദയത്തെ കുറിച്ച് വചനം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. മനുഷ്യർക്ക് അവനെ അറിയാമായിരുന്നു. നിന്റെ വീട്ടിലൊരു മകനുള്ളത് മകളുള്ളത് എത്ര പേർക്കറിയാം? മനുഷ്യർക്ക് അവനെ അറിയാമായിരുന്നു, ദൈവത്തിന് അവനെ അറിയാമായിരുന്നു. അതായത് അവൻ ദൈവത്തോടുകൂടെയും മനുഷ്യരോടുകൂടെയും അവന്റെ ബാല്യം ചെലവഴിച്ചുവെന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. മക്കളെ അയൽവക്കത്ത് കളിക്കാൻ വിടാത്ത ആളുകളുണ്ട്, ചീത്തയായി പോകുന്നു. വീട്ടിലിരുന്ന് തന്നെ കളിച്ചു. നിന്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ വളരണമെങ്കിൽ അതിനൊരു സോഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. മനുഷ്യനെ കണ്ടു വളരണം, മനുഷ്യരുടെ കൂടെ വളരണം. പട്ടികളുടെ കൂടെ പൂച്ചകളുടെ കൂടെ വളർന്ന പോരാ, മനുഷ്യരുടെ കൂടെ വളരണം, കളിക്കളങ്ങളിൽ വളരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് നസ്രത്തിൽ ജോസഫിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പണിയെടുത്തൊരു ഹൃദയം, അതാണ് ഈശോയുടെ ഹൃദയം. മക്കളെ നീ പണി പഠിപ്പിക്കുന്നുണ്ടോ? സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ പിള്ളേരെ ഒന്ന് റബ്ബർ ടാപ്പിംഗ് പഠിപ്പിക്കും. എത്ര മാതാപിതാക്കൾ പിള്ളേരെ ടാപ്പ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്? എല്ലാവർക്കും ഫുൾ A+ മതി. ജോസഫ്, ഈശോയുടെ തിരുഹൃദയം, എല്ലാം അറിയുന്ന ഹൃദയം, എല്ലാം ഉള്ളവൻ യൗസേപ്പിന്റെ കൂടെ നടന്ന് എന്തിനാണ് ഈ പണി പഠിക്കുന്ന ഹൃദയമായി മാറിയത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനെ അപ്പച്ചൻ വഞ്ചി തുഴയാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വലയിടാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മീൻ കോരാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെയുള്ള പണികളൊക്കെ കൊപ്ര ആട്ടാനായിട്ട് തേങ്ങ പൊതിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തേങ്ങ പൊതിച്ചതിന് ശേഷം ഈ കൊപ്ര കയറ്റുക എന്ന് പറയുന്ന ഈ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് ഈ തേങ്ങ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കൊപ്ര കയറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ മണ്ണി ഓമന്നിടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ മക്കൾ നമ്മോട് കൂടെ ആയിരിക്കുമ്പോൾ അവരെ ഇതാ ഈശോയുടെ തിരുഹൃദയം പണി പഠിച്ച ഹൃദയമാണ്. എന്തിനാണ് ആ പണി പഠിച്ചത്? അപ്പന്റെ വിയർപ്പിന്റെ ഗന്ധവും അപ്പന്റെ അധ്വാനത്തിന്റെ വിലയും അറിയാൻ, അമ്മയുടെ അധ്വാനത്തിന്റെ വിലയറിയാൻ. അമ്മ മുറ്റമടിക്കുമ്പോ കൂടെ മുറ്റമടിക്കണം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. വീടടിക്കുമ്പോ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിന് ഈ ചെറിയ കാര്യങ്ങൾ പറയുന്നത് മാതാപിതാക്കളാണ് കൂടെ കൂടുതലുള്ളതെങ്കിൽ നിങ്ങൾ ആ ചൂലൊന്നെടുത്ത് കൊച്ചിന്റെ കൈ കൊടുത്തിട്ട് മോനെ ഇതൊന്ന് വീടൊന്ന് അടിച്ചിടുന്നെന്ന് പറഞ്ഞ് പഠിപ്പിക്കേ. എന്തേ അത് ചെയ്ത അവരുടെ വള എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലത്തെഴുന്നേറ്റ് പോരുമ്പോ ആ പായ ഒന്ന് മടക്കി വെക്കുന്നൊന്ന് പറഞ്ഞ് പഠിപ്പിക്കേ. ആ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടെന്ന് പറഞ്ഞ് പഠിപ്പിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തന്റെ കൂട്ടുകാരോടുകൂടെ കളിക്കാൻ കൂടിയ ഈശോയുടെ തിരുഹൃദയം, പരാജയപ്പെട്ട കൂട്ടുകാരോട് അവൻ കൂടെ ഇരുന്ന ഈശോയുടെ തിരുഹൃദയം, ഇതൊക്കെയാണ് ഈശോയുടെ തിരുഹൃദയം നസ്രത്തിൽ. നിങ്ങളൊന്ന് കണ്ണുപൂട്ടിയിരുന്ന് ഈശോ ഒരു ബാലനായ ഈശോ ഈ നസ്രത്ത് എന്ന് പറയുന്ന നാട്ടില് അപ്പന്റെ അമ്മയുടെയും കൂടെ ജീവിച്ചപ്പോ അവന്റെ ഹൃദയം എങ്ങനെയായിരുന്നു എന്ന് ധ്യാനിക്ക്. ഈശോ പറയാണ്, എന്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കാൻ. ഹല്ലേലൂയ. നാലാമതായി ഈശോയുടെ ഹൃദയം അവന്റെ പരസ്യ ജീവിതകാലത്ത്, സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ഡ്യൂറിംഗ് ഹിസ് പബ്ലിക് ലൈഫ്. 30-ാമത്തെ വയസ്സിൽ ജോർദാനിൽ സ്നാനം സ്വീകരിച്ചത് മുതൽ കാൽവരിക്കുന്നിൽ മരിക്കുന്നത് വരെയുള്ള അവന്റെ പബ്ലിക് ലൈഫ്, ആ 3 വർഷത്തെ പരസ്യ ജീവിതമാണ് നമുക്ക് പരിചയമുള്ളത്. അവൻ എങ്ങനെയായിരുന്നു? അവന്റെ ഹൃദയം അനേകരെ ആകർഷിക്കുന്ന ഹൃദയമായിരുന്നു. ആരൊക്കെയാണ് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തിയത്? കുഞ്ഞുങ്ങൾ ഓടിയെത്തി,
പാപികളോടിയെത്തി. അല്ലെ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപിനിയായ ഒരു സ്ത്രീ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ അവിടെ ഭക്ഷണത്തിനിരിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ട് അവന്റെ അടുക്കലേക്ക് ഓടിയെത്തിയ പാപിനിയായ സ്ത്രീ. ഇന്ന് ചോദ്യം ഇതാണ്, ആ പാപിനിയായ സ്ത്രീ ഓടിയെത്തിയതുപോലെ ഞാൻ ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്നുണ്ടോ? നമ്മളുടെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈശോയിലേക്ക് തിരിയണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. ലോകത്തിന്റെ സുഖങ്ങള്, മോഹങ്ങള്, പാപങ്ങള്, വാർത്തകള്, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞാൻ ഈശോയിലേക്ക് എന്റെ സമയവും എന്റെ കണ്ണുകൾ, എന്റെ കാതുകൾ ഓടിയെത്തുന്നൊരു ഹൃദയമുണ്ടാകട്ടെ. ഉറക്കെ വിളിച്ച് ഈശോയേ, ഈശോയേ. അങ്ങനെ എല്ലാവരെയും ആകർഷിക്കാൻ തക്ക വിധം അവന്റെ ഹൃദയത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്താണ് ആ ക്വാളിറ്റി? എല്ലാവരിലേക്കും പരന്നൊഴുകുന്നൊരു കരുണയുണ്ടായിരുന്നു. തന്റെ അടുക്കലേക്ക് വരുന്ന ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു കരുണ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ അടുത്തിരിക്കുന്ന ഒരാളിലേക്കെങ്കിലും ഒരു കരുണയുടെ കതിർ പരക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരാളെ ഒന്ന് കരുണയോടുകൂടെ ഒന്ന് നോക്കി. വീണ്ടും നോക്കാൻ തോന്നുവോ? ഒരു പ്രാവശ്യം നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വീണ്ടും നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇനി പ്രിയപ്പെട്ടവരെ, എല്ലാവരിലേക്കും ഒഴുകിയ ഒരു കരുണയുള്ള ഹൃദയമായിരുന്നു ഈശോയുടെ തിരുഹൃദയം. അവനെ കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചു. അവനെ കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചു. കാരണം അവന്റെ ഹൃദയത്തിൽ നിന്ന് തന്റെ അടുക്കലേക്ക് എത്തിയവരിലേക്കെല്ലാം ഒരു സ്നേഹവും ഒരു കരുണയും ഒരു ചൈതന്യവും ഒഴുകുന്നുണ്ടായിരുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതായത് അവന്റെ അടുക്കൽ എത്തിയപ്പോ അവർക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? എന്നെ രക്ഷിക്കണമെന്ന് ഇവന് ആഗ്രഹമുണ്ട്. ഈശോയുടെ അടുത്തെത്തിയവർക്കൊക്കെ എന്താ മനസ്സിലായത്? എന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ് അവൻ. നമ്മൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോവോ? ഓ, ഒരു പ്രാവശ്യം പോയത് തന്നെ മതിയായി. ആ അച്ഛൻ ഒരു പ്രാവശ്യം കണ്ടിട്ട് തന്നെ മതിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ രക്ഷിക്കണമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് 10ഉം 50ഉം 100ഉം 500ഉം 1000ഉം മണിക്കൂർ ഈശോയുടെ അടുത്ത് ഇരിക്കുന്നത്? എന്നെ രക്ഷിക്കണമെന്ന ആഗ്രഹമുള്ളവനാണ് അവൻ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 300 ആഴ്ച കഴിഞ്ഞ് കാര്യം നടന്നിട്ടില്ല. എന്നിട്ട് വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? എന്നെ രക്ഷിക്കണമെന്ന ആഗ്രഹമുള്ളവനാണ് അവനെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛ 5 കൊല്ലമായി വസ്തു ഇടപാട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എന്തൊട്ട് കടന്നിട്ടില്ല. പിന്നെയും വരുന്നത് എന്തുകൊണ്ടാണ്? സഹോദരി പറഞ്ഞു, വെച്ചാൽ 4 കൊല്ലമായി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറെ കുഞ്ഞുങ്ങൾ, കുറെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നത് കൊണ്ട് കണ്ട് മടുത്തു. എന്നിട്ട് എന്തുട്ടാ? ഹല്ലേലൂയ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. എന്തറിയാം? എന്നെ രക്ഷിക്കണമെന്ന ആഗ്രഹമുള്ളവനാണ് അവൻ. അതിൽ സംശയമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കോ? ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പബ്ലിക് ലൈഫിന്റെ, പരസ്യ ജീവിതത്തിന്റെ ആ തിരുഹൃദയത്തിന്റെ സവിശേഷതകൾ ഓരോന്നോരോന്നായി പറഞ്ഞാൽ ഈ ജന്മം അത് അവസാനിക്കാത്തതുകൊണ്ട്
നമുക്കിപ്പോ അത്രയും മതി. നമുക്ക് ഒറ്റ വാക്കിൽ അത് ഇപ്പൊ ചുരുക്കിയിട്ട് പറയാം. അവന്റെ അടുക്കലേക്ക് വന്നവരൊക്കെ രക്ഷ പ്രാപിക്കണമെന്ന്. അന്ധനാണെങ്കിൽ അവന് കാഴ്ച കിട്ടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അവൻ ചെകിടനാണെങ്കിൽ അവന് കേൾവി കിട്ടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അവന് മുടന്തനാണെങ്കിൽ അവൻ സൗഖ്യപ്പെടണമെന്ന്, ഊനുള്ളവളാണെങ്കിൽ അവൾ സൗഖ്യപ്പെടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. മകൻ മരിച്ച ഒരു വിധവയാണെങ്കിൽ അവൾക്ക് ആ മകനെ തിരിച്ചു കിട്ടണമെന്ന് നോക്കിയേ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. പിശാച് ബാധിതനാണെങ്കിൽ അവൻ ആ പിശാച് ബാധിതയിൽ അവസ്ഥയിൽ നിന്ന് സുഖപ്പെടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പമില്ലാത്തവനാണെങ്കിൽ അവന് ഭക്ഷണമില്ലാത്തവനാണ്, അവൻ ഭക്ഷണം കിട്ടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് പരസ്യ ജീവിതം. അവൻ അറിവില്ലാത്തവനാണെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവനാണെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ അറിവ് കിട്ടണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് രാത്രിയും പകലുമില്ലാതെ അവൻ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തത്. അവർക്ക് വിളിക്കാം ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ഇടയിൽ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എമംഗ് ഹിസ് അപ്പോസ്റ്റൽസ്. അതാണ് അഞ്ചാമത്തെ ചിന്ത. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ ഈശോ എങ്ങനെയായിരുന്നു? ഈശോ ചങ്കു പറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. He prayed for the apostles. താൻ ആരുടെ കൂടെ ആയിരുന്നുവോ, തന്റെ കൂടെ ആരായിരിക്കുന്നുവോ അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 17-11 ഇങ്ങനെയാണ്: നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് നൽകിയ പരിശുദ്ധ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അവരെ കാത്തുകൊള്ളണമേ, പിതാവേ, അവരെ കാത്തുകൊള്ളണമേ. ഒരു അപ്പം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ 3 മക്കളുണ്ട്. ഈ 3 മക്കളെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. 18 വയസ്സുള്ള മകള്, ഈശോയെ, എന്റെ ഈ മകൾക്ക് ശോഭനമായൊരു ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. എന്റെ ഈ മകൾ അനുദിനം വചനം വായിക്കാനും വചനത്തിൽ നിറയാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവൾ ഒരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലോ കൂട്ടുകെട്ടുകളിലോ ചെന്ന് വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവളുടെ പഠനത്തിന്റെ മേഖലകളിൽ ഇവളിൽ ജ്ഞാനം നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവളെ വളർത്തണമേ, ഇവളെ വിശുദ്ധീകരിക്കണമേ, ഒരു വിശുദ്ധയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും കർത്താവേ അങ്ങയുടെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു പൈതലായിട്ട് ഈ മകളെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അപ്പം പറയാണ്, ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുക വെച്ചോ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവര് കേൾക്കണം. അവര് കേട്ടിട്ട് അവരെ കുറിച്ചുള്ള എന്റെ സ്വപ്നം എന്താണെന്ന് അവരറിയണം. അതുപോലെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരോട് പറയല്ല, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഹല്ലേലൂയ. അലസതയിൽ ജീവിക്കാതെ കുഞ്ഞ് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഓരോ മകനെയും ഓരോ മകളെയും ചേർത്ത് നിർത്തി ഈ അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കും. പറയുന്നത് ഈ കൊച്ച് കേൾക്കണം. കേൾക്കുന്ന രീതിയിൽ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊന്നും ആ കുട്ടി വഴിതെറ്റി പോവില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർക്ക് വിളിച്ച ഈശോയേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അപ്പന്മാര് കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂർ ജില്ലയിലുള്ള ഒരാളാണ് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഞങ്ങളുടെ വീട്ടിലെ ആളല്ല അച്ഛാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയം. 2, he was patient with them. തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് അവൻ അനുകമ്പയുള്ളവനായിരുന്നു, ക്ഷമയുള്ളവനായിരുന്നു. കാരണം ഈശോ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല ഈ കൂടെയുള്ള പിള്ളേരുടെ രീതികൾ. പിള്ളേരെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ 12 പേര്. അവരുടെ രീതികൾ, പ്രവൃത്തികൾ, അവരുടെ സംസാരങ്ങൾ ഒന്നും ഈശോ ചിന്തിക്കുന്നത് പോലെയല്ല. ഈശോ പറയുകയാണ്, ഞാൻ ഇതാ കുരിശെടുക്കാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, എന്നെ അവര് കുരിശിൽ തറക്കും, കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. അപ്പൊ തന്നെ ഒരു മൂത്ത ചേട്ടായി വന്നിട്ട് പറയാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ.
ഹല്ലേലൂയ. വേറെ 2 ചേട്ടായിമാര് വന്നിട്ട് പറയാണ്, ഞാൻ കുരിശിൽ തറക്കും, മരിക്കപ്പെടും, കൊല്ലപ്പെടും, ഉയർത്തെഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ 2 പേര് വന്നിട്ട് പറയാണ്, ഇടത്തും വലത്തും ഞങ്ങൾ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നാട്ടിലൂടെ നടന്നപ്പോ അവര് നമ്മളെ അവരുടെ പറമ്പിൽ കേറ്റില്ലെന്ന് പറഞ്ഞപ്പോ 2 പേര് വന്നിട്ട് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരുടെ കൊന്നുകളയട്ടെ. ഹല്ലേലൂയ. അപ്പോ ഈശോ അവരോട് എന്തായിരുന്നു? ക്ഷമിക്കുന്നവനായിരുന്നു. നമ്മുടെ പിള്ളേര്, നമ്മുടെ മക്കള് നമ്മൾ പ്രതീക്ഷിക്കാത്തത് പോലെ ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ ശൈത്താന്റെ മക്കളെന്ന് വിളിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കണേലും മുമ്പ് അവര് നമ്മുടെ സ്വന്തം മക്കളാണെന്ന് ഓർത്താക്കണം. അപ്പോൾ ചിലർ സ്വാർത്ഥരായിരുന്നു, ചില ഇടുങ്ങിയ ചിന്താഗതികളുള്ളവരായിരുന്നു, ചിലർ അവിശ്വാസികളായിരുന്നു. അവരെ അവരുടെ കുറവുകളോടുകൂടെ ഈശോ ചേർത്ത് പിടിച്ചു. അവരന്റെ കുറവുകളോടുകൂടെ, മക്കളെ മക്കളുടെ കുറവുകളോടുകൂടെ, ജീവിത പങ്കാളിയെ അവരുടെ കുറവുകളോടുകൂടെ, മാതാപിതാക്കളെ അവരുടെ കുറവുകളോടുകൂടെ, സഹോദരങ്ങളെ അവരുടെ കുറവുകളോടുകൂടെ നീ ചേർത്ത് പിടിക്കുമെങ്കിൽ നിന്റെ ഹൃദയം കുഞ്ഞെ ഈശോയുടെ ഹൃദയം പോലെയാണെന്ന് അവർക്ക് വിളിക്കാം. ഈശോയേ, ഈശോയേ. വേർതിരിവുകളില്ലാതെ കുടുംബങ്ങളിൽ വേർതിരിവുകളുണ്ടല്ലോ. വേർതിരിവുകൾ കാണിക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മക്കളുണ്ട്. വേർതിരിവുകളില്ലാതെ അവരെ നീ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ഈ 12 പേരെ ഒരു വേർതിരിവുമില്ലാതെ ഈശോ ചേർത്ത് പിടിച്ചു. അങ്ങനെ ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ നിന്റെ ഹൃദയം വളരട്ടെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ 12 പേരോട് നന്ദിയുള്ളവനായിരുന്നു. ഈശോ ശിഷ്യന്മാരോട് എപ്പോഴെങ്കിലും താങ്ക്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് മാത്രം കേട്ടില്ല. ഈശോ ശിഷ്യരോട് താങ്ക്സ് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 22:28. ലൂക്ക 22:28 ഈശോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ചങ്കുപൊട്ടി അവരുടെ കണ്ണോട് കണ്ണ് നോക്കി ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞു. എന്താണെന്നറിയാവോ? എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങളെന്ന്. എന്റെ പരീക്ഷകളിൽ, എന്റെ വേദനകളിൽ, എന്റെ തകർച്ചകളിൽ മോനെ നീ എന്നോടുകൂടെ നിന്നില്ലടാ. താങ്ക് യു. It's an appreciation. It's a statement of gratitude, gratefulness. ഈശോ പറയുകയാണ്, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ ഹൃദയം, വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്, ഈശോയുടെ ഹൃദയം കൂടെ ഉണ്ടായിരുന്നവരോട് നന്ദിയുണ്ടായിരുന്ന ഹൃദയമാണ്. നന്ദിയില്ലാത്തതിന്റെ കഥകളാണല്ലോ. മകൻ അപ്പനെ വെട്ടിയത്, മകൾ അമ്മയെ തല്ലിയത്. നന്ദിയില്ലാത്തതിന്റെ 100 കണക്കിന് കഥകളുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഈശോ പറയാണ്, എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം നിങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉള്ളത് ഞാൻ ഓർക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയം നന്ദിയുള്ള ഹൃദയമായിരുന്നു, ചേർത്ത് പിടിച്ച ഹൃദയമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹൃദയമായിരുന്നു. അതാണ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എമംഗ് ഹിസ് അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ളത് അച്ഛൻ ഒരു 5 മിനിറ്റിൽ ചുരുക്കാൻ പോവുകയാണ്. 6-മത്തത് ഡിഗ്നിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് എന്നതാണ്. ഈ തിരുഹൃദയം അതിന്റെ ഡിഗ്നിറ്റിയിൽ, മഹത്വത്തിലായിരിക്കുന്ന ഹൃദയമാണ്. എന്താണത്? അത് ദൈവഹൃദയമാണ്.
അഗ്നിയിലായിരിക്കുന്ന ജ്വലിക്കുന്ന ഹൃദയമാണ്. അബ്സോർബ്ഡ് ഇൻ ദ ഗ്ലോറി ഓഫ് ദ ഡിവിനിറ്റി, ദൈവമഹത്വത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. തീർന്നില്ല, എല്ലാ ഹൃദയങ്ങളുടെയും മേൽ അധികാരമുള്ള ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. അൺലിമിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, സൂര്യനിൽ നിന്ന് പ്രകാശവും ചൂടും പുറപ്പെടുന്നത് പോലെ ഈശോയിൽ നിന്ന് അതിസ്വാഭാവികമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കൃപകൾ പുറപ്പെടുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് അച്ഛൻ ആവർത്തിക്കട്ടെ, സൂര്യനിൽ നിന്ന് സ്വാഭാവികമായി എന്ത് പുറപ്പെടുന്നു? പ്രകാശം പുറപ്പെടുന്നു, പ്രകാശവും ചൂടും പുറപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ഗ്രേസസ് ആണ്. അതിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിയിരിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിസ്വാഭാവികമായ കൃപാവരദാനങ്ങളാണ്. അവർക്ക് വിളിക്കാം ഈശോയേ. ഏഴാമതായി, സാങ്ക്ടിറ്റി ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വിശുദ്ധി, അത് പാപത്തെ വെറുക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയായോ എന്ന് പരിശോധിക്കാൻ പാപത്തോട് എനിക്ക് എത്രമാത്രം വെറുപ്പുണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു പെൺകുട്ടി ഒരു തെറ്റായിട്ടുള്ള ബന്ധത്തിലാണ്. അച്ഛൻ ചോദിച്ചു, മോളെ, നിനക്ക് അവനെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ? അവൾ പറഞ്ഞു, വേണ്ട അച്ഛാ, വേണ്ടേ, എനിക്ക് അവനെ വെറുക്കാൻ, അത് ശരിയല്ലല്ലോ അച്ഛൻ, വെറുപ്പ് ഒരു ശരിയല്ല. അന്ന് അവൻ നിന്നെ വെറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല. അയ്യോ അച്ഛാ, അവനെ വെറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയുടെ ഹൃദയം പാപത്തെ വെറുക്കുന്ന ഹൃദയമാണ്. സാങ്ക്ടിറ്റി ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. നിന്റെ ഹൃദയം പാപത്തെ വെറുക്കുന്ന ഹൃദയമാണോ? നീ മദ്യത്തെ വെറുത്തുപേക്ഷിക്കുന്ന ഒരു മകനായി മാറട്ടെ. നീ ലഹരിയെ വെറുത്തുപേക്ഷിക്കുന്ന ഒരു മകനായി മാറട്ടെ. തിന്മയെ വെറുക്കാൻ കഴിയുന്ന ഒരു മകനായിട്ട് മാറട്ടെ. വലതുകരമുയർത്തി വീശി പറയാം, ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഹല്ലേലൂയ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ, പാപത്തെ അവന് വെറുപ്പാണ്, പക്ഷെ പാപം ചെയ്യുന്നവരോട് അവന് കരുണയുണ്ടായിരുന്നു. നീ പാപത്തെ വെറുത്തുപേക്ഷിക്കട്ടെ എന്ന്, നിനക്ക് പാപം വെറുത്തുപേക്ഷിക്കാൻ പറ്റട്ടെ എന്ന് തന്റെ മുമ്പിൽ വന്നവരെ അനുഗ്രഹിച്ചു വിട്ട ഹൃദയമാണ്. പാപിയെ വിടാതെ പിന്തുടർന്നുകൊണ്ട് പാപത്തിൽ നിന്ന് അവനെ അവളെ മോചിപ്പിച്ച ഹൃദയമാണ്. ഹല്ലേലൂയ. അനന്തമായ വിശുദ്ധിയുള്ളവന്, ഈശോയുടെ തിരുഹൃദയത്തിന് അനന്തമായ വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയുള്ളവന് ആരും പാപത്തിൽ തുടരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിളിക്കാം, ഈശോയേ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ആരും പാപത്തിൽ തുടരുന്നത് കാണാൻ ഈശോയുടെ തിരുഹൃദയം ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എട്ടാമതായി ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത്, ഈശോയുടെ തിരുഹൃദയം കമ്പാഷൻ ഉള്ള ഹൃദയമാണ്. ദ കമ്പാഷൻ ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. അനുകമ്പയുള്ള, അല്ലെങ്കിൽ തിരുഹൃദയത്തിന്റെ ഒരു അനുകമ്പയുണ്ട്. എന്താണ് അനുകമ്പ? പരസ്യ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുകയാണ്. മകന് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന അവനറിയാം. നായിനിലെ വിധവയുടെ മകനെ അവൻ ഉയർപ്പിക്കുന്നത് അതുകൊണ്ട്. മകനെ നഷ്ടപ്പെട്ട ഒരമ്മ, കഴിഞ്ഞ ദിവസം ചെമ്പേരിയിൽ നിന്ന് ഒരമ്മ വന്നു. മകൻ മരിച്ചിട്ട് ഏപ്രിൽ മാസം ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് 18-ാം തീയതി 20-ാം തീയതിയോ ആണ് ആ മകൻ മരിച്ചത്, ഒരു വാഹന അപകടത്തിൽ. 18 വയസ്സുള്ള ജൂഡ് എന്ന് പറയുന്ന ഒരു മകൻ. ഈ വർഷം 2 മാസങ്ങൾക്ക് മുമ്പ് ഈ മകൻ മരിച്ചു. ഈ അമ്മ പറയുകയാണ്, കഴിഞ്ഞ 6 വർഷം, അതായത് ഏകദേശം ഇവൻ ഫസ്റ്റ് കമ്മ്യൂണിയൻ സ്വീകരിച്ചതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 6 വർഷങ്ങൾ ഒരു ദിവസം പോലും ഈ അമ്മയുടെ കൂടെ ഇവൻ പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. ഈ അമ്മയും മകനും ഒരുമിച്ചാണ് പള്ളിയിൽ പോകുന്നത്.
പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ ലേഖനം വായിക്കുന്ന, ജമ്പേരി ഫെറോന പള്ളിയിൽ ലേഖനം വായിക്കുന്നത് ഈ മകനായി. ഇവൻ വായിക്കാതെ വേറെ ആരെങ്കിലും വായിച്ച കപ്പ്യാര് വന്ന് അമ്മയെ പിണങ്ങും. അവന് വായിച്ചാൽ പോരായിരുന്നു, മര്യാദക്ക് വായിച്ചാനില്ല. ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു മകൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വീട്ടിൽ അവന്റെ അപ്പം പറയുകയായിരുന്നു, സാറാണ് അധ്യാപകനായിട്ട്, സാറ് പറയുകയായിരുന്നു, എല്ലാ ദിവസവും രാത്രി 9:30 ഇവൻ ഉറക്കെ ബൈബിള് വായിക്കും. 10-15 മിനിറ്റ് നേരം ബൈബിള് വായിക്കും, സ്വരത്ത് കൂട്ടിയ വിളി. അപ്പൊ അപ്പൻ ഇവനോട് പറയുമായിരുന്നു പോലും, മോൻ ഇത്തിരി സ്വരം കുറച്ച് വായിക്കും, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബൈബിൾ അത്ര ഉറക്കെ സ്വരത്തിൽ എല്ലാ ദിവസവും ബൈബിള് വായിച്ചു കൊണ്ടിരുന്ന മകൻ, എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന മകൻ. ഒരു വാഹനാപകടത്തിൽ 6 പേരുണ്ടായിരുന്നു. 6 പേരിൽ 5 പേർക്ക് ഒരു ഓറല് പോലും പറ്റിയില്ല. ഇവൻ മാത്രം ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ വേദന ആർക്കറിയാം? ഈ അമ്മയുടെ വേദന അറിയാവുന്നവനാണ് ഈശോ. ഈ അമ്മ ചോദിക്കുകയാണ്, അച്ഛാ, എന്റെ കുഞ്ഞിനെ ഈശോ തിരിച്ചു തരുമോ? അവൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടിട്ട് 2 മാസത്തോളമായി. ഈ കുഞ്ഞിനെ ഈശോ തിരിച്ചു തരില്ലേ? അവൻ തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരമാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഈ അമ്മക്ക് കൊടുക്കുന്നത്? അച്ഛന്റെ മുറിയിലിരുന്ന് ഈ അമ്മ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്തുത്തരം കൊണ്ട് ഈ അമ്മയെ, ഈശോയുടെ തിരുഹൃദയമുള്ള കരുണയുള്ള ഹൃദയം എന്തുത്തരം കൊടുത്ത് ആശ്വസിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഹൃത്തിനെ നഷ്ടപ്പെട്ടവർ, സഹോദരനെ നഷ്ടപ്പെട്ടവർ, അവരുടെ ഒക്കെ വേദന അറിയാവുന്നവൻ ഈശോ പറയും, മരിച്ചവർ എന്റെ കൂടെയുണ്ട്, ഞാൻ അവരോട് കൂടെ നിന്റെ കൂടെയുണ്ട്. മരിച്ചവർ ഈശോയോട് കൂടെയുണ്ട്, ഈശോ അവരോടെല്ലാവരോടും കൂടെ എന്റെ കൂടെയുണ്ട്. ഈശോ ഇവിടെ ആയിരിക്കുമ്പോ അവൻ ഒറ്റക്കല്ല തിരുഹൃദയമായിട്ടായിരിക്കുന്നത്. അവനിൽ ആരൊക്കെ മരിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അവന്റെ കൂടെ, അവന്റെ തിരുഹൃദയത്തിലുണ്ടെന്ന് അവന്റെ ചങ്ക് പൊളിച്ച് അവൻ കാണിച്ചു തരും. നിന്റെ മകൻ ഇതാ ഇവിടെയുണ്ടെന്ന്, നിന്റെ അപ്പൻ ഇവിടെയുണ്ടെന്ന്, നിന്റെ അമ്മ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ സഹോദരൻ സഹോദരി, മരണപ്പെട്ടവര് ഇവിടെയുണ്ടെന്ന് അവൻ ചങ്ക് പൊളിച്ചു കാണിച്ചു തരാൻ വേണ്ടിയാണ് അവന്റെ ഹൃദയം അവൻ കുത്തിപ്പിളർന്നത്. അവിടെയുള്ളത് മരണമല്ലെന്ന്, അവന്റെ ചങ്കിൽ നിന്നൊഴുകുന്നത് മരണമല്ല, അവന്റെ ചങ്കിൽ നിന്നൊഴുകുന്നത് ജീവനും ജീവന്റെ സമൃദ്ധിയും ജീവന്റെ നീർച്ചാലുകളുമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. 2-3 എണ്ണം കൂടെ ഉണ്ട് അച്ഛനത്. 8 വരെയല്ലേ ആയത്? അച്ഛൻ അവസാനിപ്പിക്കുക, ഇനി തുടരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് കണ്ണുകളടക്കാം.